പറയുന്നത് അതിന്റെ ആൻസേഴ്സ് അനുമോള് പറയണം. അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക്. ബിഗ് ബോസ് തീർന്നു, ചർച്ച തീർന്നിട്ടില്ല. ലക്ഷ്മിയുടെ ഇരട്ടത്താപ്പ്, ലക്ഷ്മിയുടെ ഡബിൾ ഗെയിം, ലക്ഷ്മിയെ അറിയിച്ചുള്ളവരുടെ കൂടെ നിൽക്കുകയാണ്. അന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്തു, ഇപ്പോൾ അനുമോളെ തള്ളി പറഞ്ഞിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ലക്ഷ്മി അങ്ങോട്ട് എയറിൽ കയറ്റുകയാണ്. കാരണം ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ലക്ഷ്മി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ലക്ഷ്മി ഡബിൾ സ്റ്റാൻഡ് കളിച്ചത്? ഈ റീ എൻട്രി ബുദ്ധിയില്ലാത്ത നാറികൾ എന്തിനാണ് അതിനകത്ത് പോയത്? ആ ഫൈനൽ 7 നിൽക്കുന്ന 7 പേരെ മോട്ടിവേഷൻ കൊടുക്കാനാണ് പോയത്. അത് ചെയ്യാതെ ഒരാളെ മാത്രം ഇട്ട് ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടെ ലക്ഷ്മി ചെയ്തു. ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ബോസ് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് അകത്തോട്ട് വന്നത് മോട്ടിവേറ്റ് ചെയ്യാനാണ്, അവരിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരത് ചെയ്യാതെ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തു. വേറെ അതിന് നിൽക്കുന്ന ബാക്കി 6 പേരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആദില നൂറയും കൂടി അനുമോളെ ടാർഗറ്റ് ചെയ്തു. അനുമോളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള സെറ്റപ്പിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനുമോളെ എങ്ങനെയെങ്കിലും ക്വിറ്റ് ചെയ്ത് പോയാൽ ആ നൂറയ്ക്ക് ഫൈനൽ 5 എത്താം എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ അനുമോളെ നമ്മുടെ ലക്ഷ്മി സപ്പോർട്ട് ചെയ്തു. അതേ അന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം ഇനി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ 25 പേരിൽ ഒരാളെയും കാണാൻ പാടില്ല, അനുമോളെ മാത്രം കണ്ടാൽ മതി ലക്ഷ്മി. വേറെ ആരെയുടെയും സന്തോഷത്തിൽ പങ്കുചേരാൻ പാടില്ല, വേറെ ആരുടെയും സങ്കടത്തിൽ പങ്കുചേരാൻ പാടില്ല എന്നാണോ എല്ലാവരും ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. അവിടെ ഇവരെല്ലാം 10, 50, 60, 70 ദിവസം ഒരുമിച്ച് കഴിഞ്ഞവരാണല്ലോ. അപ്പം അവർ അനീഷിന് ഇങ്ങനെ ചെക്ക് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു സന്തോഷം വന്നപ്പോൾ ലക്ഷ്മി അവിടെ എത്തി. അതിൽ അനീഷിനോടുള്ള സപ്പോർട്ട് മാത്രമല്ല, ഡോക്ടർ റോയ് സാറിനെയും ലക്ഷ്മിക്ക് അറിയാം. അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ലക്ഷ്മി എവിടെയെന്ന് ഡോക്ടർ റോയ് പറയുന്നത് കാണുന്നില്ലേ? അപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ളൂ ആ സാറിനെയും ലക്ഷ്മിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി കാരണങ്ങൾ കൊണ്ടാണ് അവിടെ എത്തിയത്. ഇനി അതല്ല, ചിലപ്പോൾ കോഴിക്കോട് വേറെ എന്തെങ്കിലും വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നതായിരിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ നൂറയുടെ ബർത്ത്ഡേക്ക് പോയില്ല, അത് ലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോയില്ല. അപ്പോൾ അതിനർത്ഥം അവരെല്ലാം വിട്ടിട്ട് ഇവരെ മാത്രമാണ് ഇപ്പോൾ അനീഷിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നൂറയുടെ ബർത്ത്ഡേക്ക് എത്ര പേരെ വന്നിരിക്കുന്നത്? ഇതുവരെ ബിഗ് ബോസിനകത്ത് നൂറയെ സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാടെണ്ണം അതിനകത്ത് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ എല്ലാവരും പങ്കെടുക്കും, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ഇവരെല്ലാം 10, 60, 70, 80 ദിവസം, 65 ദിവസം, 50 ദിവസത്തോളം എല്ലാവരും ഒരു വീട്ടിൽ കഴിഞ്ഞതല്ലേ. അപ്പോൾ ആ ബന്ധങ്ങൾ എല്ലാവരും തമ്മിലുണ്ട്. അല്ലാതെ ലക്ഷ്മിയുടെ നിലപാട് മാറ്റുമോ? ലക്ഷ്മി ഇപ്പോഴും അവരെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാണ് അവരിപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഒരാളുടെ നമ്മൾക്ക് പറയാനുള്ളത് നമ്മൾ പറയും, അവർക്ക് പറയാനുള്ള അവർ പറയും. അത് കാരണം കൊണ്ട് പിന്നെ അവരോട് മിണ്ടാതിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയില്ലല്ലോ. അവരവരുടെ സ്റ്റാൻഡ് നിലപാടുകൾ വ്യക്തമാക്കുന്നു, അവർ നോർമലായിട്ട് സംസാരിക്കുന്നു. അതാണ് ലക്ഷ്മി അവിടെ ചെയ്യുന്നത്. ലക്ഷ്മി ഇതിനു മുമ്പ് നിങ്ങൾ ഇരട്ടത്താപ്പ് പറഞ്ഞത് ലക്ഷ്മി ആദ്യം വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു, പിന്നെ അമ്മയാണ് വന്നിട്ട് വീട്ടിൽ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊക്കെ ലക്ഷ്മിയുടെ നിലപാട് ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞു. ആ സ്റ്റാൻഡിൽ ലക്ഷ്മി നിൽക്കുന്നുണ്ട്. അത് ലക്ഷ്മി ഇറങ്ങിയ ശേഷവും പറഞ്ഞു, ആ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇരട്ടത്താപ്പാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ലക്ഷ്മി അനീഷിൻ്റെ കൂടെ നിൽക്കുന്നു. അതായത് അകത്തുനിന്ന് പുറത്തേക്ക് പോയപ്പോൾ പുറത്തുനിന്ന് അകത്തോട്ട് പോയ സമയത്ത് അനുമോളിനുള്ള ഇത് കണ്ടപ്പോൾ, റീച്ച് കണ്ടതുകൊണ്ട് അനുമോളുടെ കൂടെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ പറയാതെ പറയുന്നുണ്ട് അനുമോൾക്ക് റീച്ച് ഉണ്ടെന്ന് അല്ലേ? അനുമോൾ PR കൊണ്ട് ജയിച്ചു എന്ന് പറയുന്ന അതേ നാവ് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് അനുമോളിൻ്റെ ഇവിടെയുള്ള സപ്പോർട്ട് കണ്ടപ്പോൾ അനുമോളുടെ കൂടെ നിന്നു എന്ന്. അപ്പോൾ തന്നെ നിങ്ങൾ പറയാതെ പറയണ അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്ന്. അതൊരു മെയിൻ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരുടെയും നോട്ടത്തിൽ അനീഷിനാണ് കപ്പ് എന്ന് പറഞ്ഞിട്ട് അനീഷിന് റീച്ച് കാണുന്നത് കൊണ്ട് വീണ്ടും അനീഷിൻ്റെ കൂടെ പോയി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അനീഷുമായിട്ട് അവർ ജയിലിൽ നിൽക്കുമ്പോൾ നല്ല മാന്യമായിട്ട്, നിങ്ങൾ ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും, ജയിലിൽ നിൽക്കുമ്പോൾ നല്ല മാന്യമായിട്ട് നല്ല രീതിക്ക് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അവർ നല്ല സ്നേഹത്തോടെയാണ് അവരെല്ലാം പിരിഞ്ഞത്. അനീഷും എല്ലാവരോടും പറഞ്ഞതും അങ്ങനെയാണ് അല്ലേ? അപ്പോൾ അനീഷിൻ്റെ ഒരു സന്തോഷത്തിൽ പങ്കുചേരണം എന്ന് തോന്നി ലക്ഷ്മി അങ്ങോട്ട് പോയി. പിന്നെ ലക്ഷ്മിക്ക് ഇതെല്ലാം അറിയാം. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ വളന്ന് പറയുന്നറിയാം. പിന്നെ ലക്ഷ്മിയെ വെച്ചിട്ട് ആണല്ലോ ഇപ്പോൾ ബാക്കിയുള്ളവർ കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. അതിന് ലക്ഷ്മിക്ക് അറിയാം. ലക്ഷ്മി അതിൽ പറയുന്നുണ്ട്,
അവിടെ പിന്നെ മീഡിയ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ കമൻസും ഇപ്പോൾ വായിക്കാറുണ്ട്, കമൻസുകളൊക്കെ നോക്കാറുണ്ട്, ചില കമൻസ് റിപ്ലൈ കൊടുക്കാറുണ്ട് എന്ന് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ലക്ഷ്മിക്ക് ആ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ പറയുന്ന ലക്ഷ്മി ഇപ്പോൾ അനീഷിൻ്റെ കൂടെ നിൽക്കുന്നത്, അനീഷിൻ്റെ കൂടെ നിന്നിട്ട് എന്താ, അനീഷിന് കിട്ടുന്ന പൈസേൻ്റെ പകുതി പൈസ ലക്ഷ്മിക്കാണ് അവർ കൊടുക്കുന്നത്, അനീഷ് കൊടുക്കുന്നത് അല്ലല്ലോ. അനീഷിൻ്റെ പൈസ അനീഷിന് തന്നെ, ലക്ഷ്മിക്കുള്ളത് ലക്ഷ്മിക്ക് തന്നെ. പിന്നെ എല്ലാവർക്കും ഒരു ഫെയിം വേണമല്ലോ, അതുകൊണ്ടൊരു ഫെയിമിന് വേണ്ടി എല്ലാവരും പോകുന്നു. അതും കൂടി ചിലപ്പോൾ സത്യമായിരിക്കും. പക്ഷേ ലക്ഷ്മി നിലപാടില്ല, അനുമോളിനെ വിട്ടിട്ട് അനീഷിൻ്റെ കൂടെ പോയി എന്ന്, അതൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങളുടെ ഇടുങ്ങിയ മനസ്സും നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം പറയുകയാണ്. വളരെ ഇടുങ്ങിയ മനസ്സ്. കാരണം അനുമോളയോടുള്ള ദേഷ്യം കൊണ്ട് ലക്ഷ്മി അങ്ങോട്ട് പോയപ്പോൾ രണ്ടാം സ്ഥാനമുള്ള അനീഷ് നിന്നത്. അനീഷിനും അനുമോൾക്കും ആ ഇഷ്യൂവും ആ പ്രശ്നവും ഒന്നും ഉണ്ടാവില്ല, ലക്ഷ്മിക്കും ഉണ്ടാവില്ല. കാണുന്നത് നിങ്ങളാണ് പറയുന്നത്, ഒരുപാട് പേര്, ഒരാളല്ല. ഇന്നലെ മുതൽ ഓപ്പൺ ചെയ്യുമ്പോൾ ലക്ഷ്മിയുടെ നിലപാട് കണ്ടില്ലേ. ലക്ഷ്മി ഇപ്പോൾ അനുമോളെ വിട്ടിട്ട് അനീഷിനെ പിന്തുണച്ചു. അനുമോളെ അന്ന് അതിനകത്തുനിന്ന് ഭയങ്കരമായിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്തതാണ് പറഞ്ഞത്. അനുമോളെ അന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയത്. അത് അനുമോളെ എന്നല്ല, അതിനകത്തിരിക്കുന്നവരെ ബൂസ്റ്റ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും പോയിട്ട് ബുദ്ധിയില്ലാത്ത മരക്കഴുതകൾ, മരമണ്ടയ ശിരോമണികൾ അതിനകത്ത് പോയിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തപ്പോൾ അനുമോൾ ചിലപ്പോൾ ക്വിറ്റ് ചെയ്ത് വരെ പോവോ എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം ലക്ഷ്മി സപ്പോർട്ട് ചെയ്തത്. ഇനി പുറത്തിറങ്ങിയാൽ അത് അനുമോൾക്ക് ഇനി എന്തും അനുമോൾക്ക് സംസാരിക്കാം. അനുമോളുടെ കാര്യങ്ങൾ നോക്കി അനുമോൾക്ക് സംസാരിക്കാം. അനുമോൾ തിരിച്ച് മറുപടി എല്ലാം അനുമോൾക്ക് കൊടുക്കാം. ഈ ബി ഹൗസിനകത്തല്ല ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് അനുമോൾക്ക് ഇനി ഒരാളുടെ ആവശ്യമില്ല. അത് ലക്ഷ്മി അറിഞ്ഞതുകൊണ്ട് ലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ റോയ് സാർ ഇങ്ങനെ ഇത് കൊടുക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നു. അത് വന്നത് അനീഷിനോടുള്ള മാത്രം ബന്ധം കൊണ്ടായിരിക്കില്ല, റോയ് സാറിനോടുള്ള ബന്ധം കൂടി കൊണ്ടായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. ഇപ്പം അവിടെ പിന്നെ അനീഷിനെ കാണാൻ പറ്റാത്ത ഇവരെ അടിച്ച് പിരിഞ്ഞിട്ട് വന്ന ആളുകളൊന്നും അല്ല. ഇവർ സന്തോഷത്തോടെ പിരിഞ്ഞ ആളുകളാണ്. അനീഷ് എല്ലാവരോടും പറയേണ്ട സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ജയിലിലിരിക്കുമ്പോൾ ഇവർ നല്ല രീതിക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വെറുതെ ചുമ്മാ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് വെറുതെ അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കണ്ട. അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പറയണമെന്നൊക്കെ നന്നായി അറിയാം. ലക്ഷ്മിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടാവും. ചിരിച്ചിട്ട് ആ മറുപടി അടക്കം പറഞ്ഞ്